ബുദ്ധിമതിയായ സ്ത്രീയുടെ 10 രഹസ്യശീലങ്ങൾ. ചില സ്ത്രീകൾ ഏതു സാഹചര്യത്തിലും ഇത്രയധികം സന്തുലിതരും ശക്തരും ഇത്രയധികം വിവേകമുള്ളവരുമായിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചാണക്യൻ പറയുന്നു, വിവേകമുള്ളവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. ഇന്നത്തെ വീഡിയോയിൽ ചാണക്യനീതി അനുസരിച്ച് ഒരു ബുദ്ധിമതിയായ സ്ത്രീ ദിവസവും പിന്തുടരുന്ന എന്നാൽ ലോകത്തോട് ഒരിക്കലും വെളിപ്പെടുത്താത്ത ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ നീതികൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ ചിന്തയും തീരുമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനവും മാറും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അവസാനം വരെ കാണുക, കാരണം ഇതിലെ അവസാനത്തെ ശീലം ഏറ്റവും ശക്തമാണ്. കുറച്ച് സംസാരിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. ചാണക്യനീതി പറയുന്നു, എല്ലാ കാര്യത്തിലും സംസാരിക്കുന്നവൻ വിഡ്ഢിയാണ്, എന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധിമതിയായ സ്ത്രീ എല്ലാ തർക്കങ്ങളിലും ചെന്നു ചാടില്ല, എല്ലാ കാര്യത്തിനും മറുപടി നൽകില്ല, എല്ലാ പരിഹാസങ്ങൾക്കും പ്രതികരിക്കില്ല. സമാധാനമെന്നത് ബലഹീനതയല്ല, മറിച്ച് ആന്തരിക ശക്തിയാണെന്ന് അവൾക്കറിയാം. സംസാരിക്കാതെ തന്നെ തന്റെ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നവളാണ് യഥാർത്ഥ ബുദ്ധിമതി. വികാരങ്ങളുടെ മേൽ നിയന്ത്രണം. കോപം, അത്യാഗ്രഹം, ഭയം എന്നിവ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് ചാണക്യൻ പറയുന്നു. ബുദ്ധിമതിയായ സ്ത്രീ ദേഷ്യത്തിൽ തീരുമാനങ്ങളെടുക്കില്ല, ദുഃഖത്തിൽ തന്നെ ദുർബലയായി കാണില്ല. കരയുന്ന സ്ത്രീയെ സമൂഹം ഭയപ്പെടുന്നില്ല, എന്നാൽ സ്വന്തമായി തീരുമാനങ്ങളെടുക്കുന്ന സ്ത്രീയെ സമൂഹം ശ്രദ്ധിക്കുന്നു. കാരണം തീരുമാനങ്ങൾ ജീവിതം മാറ്റിമറിക്കുന്നു. ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ചയില്ല. ആത്മാഭിമാനം നഷ്ടപ്പെട്ടയാളുടെ ജീവിതം സാവധാനം അവസാനിക്കുമെന്ന് ചാണക്യനീതി പറയുന്നു. ബുദ്ധിമതിയായ സ്ത്രീ അപമാനം സഹിച്ച് ബന്ധം നിലനിർത്തില്ല, തെറ്റിനു മുന്നിൽ തലകുനിക്കില്ല, തന്നെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് സ്നേഹം യാചിക്കില്ല. ബഹുമാനമില്ലാത്ത സ്നേഹവും വിലകൽപ്പിക്കാത്ത ബന്ധങ്ങളും പൊള്ളയാണെന്ന് അവൾക്കറിയാം. ശരിയായ സമയത്ത് അകലം പാലിക്കുക. എല്ലാ ബന്ധങ്ങളും നിലനിർത്തേണ്ടതില്ലെന്ന് ചാണക്യൻ പറയുന്നു. ചിലതിനെ ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി. ബുദ്ധിമതിയായ സ്ത്രീ വിഷമയമായ ടോക്സിക് ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നു. വില ലഭിക്കാത്തയിടത്ത് അവൾ നിൽക്കില്ല. ഒറ്റയ്ക്കായിരിക്കുന്നത് അവൾ അംഗീകരിക്കുന്നു. എന്നാൽ തെറ്റായ കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് ഏകാന്തതയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. സ്വയം നിക്ഷേപിക്കുക. സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് അറിവാണ് ഒരിക്കലും മോഷ്ടിക്കപ്പെടാത്ത ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ചാണക്യനീതി പറയുന്നു. ബുദ്ധിമതിയായ സ്ത്രീ സ്വയം പഠിക്കുന്നതിൽ നിന്ന് പിന്മാറില്ല. അവൾ ദിവസവും തന്റെ ചിന്തകളെ മിനുക്കിയെടുക്കുന്നു. സമയം, ഊർജം, മനസ്സ് എന്നിവ തെറ്റായ സ്ഥലങ്ങളിൽ ചിലവഴിക്കില്ല. തന്നെ മെച്ചപ്പെടുത്തുന്നവർക്കേ ലോകത്തെ മാറ്റാൻ കഴിയൂ എന്ന് അവൾക്കറിയാം. പ്രകടനപരതയിൽ നിന്ന് അകലം പാലിക്കുക. കാണുന്നതെല്ലാം എപ്പോഴും സത്യമാകണമെന്നില്ലെന്ന് ചാണക്യൻ പറയുന്നു. ബുദ്ധിമതിയായ സ്ത്രീ ലാളിത്യത്തിൽ ശക്തി കണ്ടെത്തുന്നു. പ്രകടനത്തിലൂടെയല്ല, സ്വാധീനത്തിലൂടെയാണ് അവൾ അറിയപ്പെടുന്നത്. അവൾ ബഹളമുണ്ടാക്കുന്നില്ല, പകരം മുദ്ര പതിപ്പിക്കുന്നു. അവളുടെ ആത്മവിശ്വാസം വാക്കുകളിലല്ല, പെരുമാറ്റത്തിലാണ് കാണുന്നത്. ശരിയായ ആളുകളെ വിശ്വസിക്കുക. എല്ലാ ചിരിയും സൗഹൃദമല്ലെന്ന് ചാണക്യനീതി പറയുന്നു. ബുദ്ധിമതിയായ സ്ത്രീ എല്ലാവരോടുമെല്ലാം തുറന്നു പറയില്ല. വിശ്വാസം സാവധാനം നൽകുന്നു. എല്ലാവർക്കും തന്റെ ബലഹീനത കാണിച്ചുകൊടുക്കില്ല. തെറ്റായ വിശ്വാസം ഏറ്റവും വലിയ ചതിയായി മാറുമെന്നവൾക്കറിയാം. ഏറ്റവും ശക്തമായ ശീലം സ്വയം സ്നേഹിക്കുക. സ്വയം മനസ്സിലാക്കിയവന് ലോകത്തെ ജയിക്കാം എന്നതാണ് ചാണക്യന്റെ അടിസ്ഥാന തത്വം. ബുദ്ധിമതിയായ സ്ത്രീ തന്നെ കുറ്റപ്പെടുത്തില്ല, സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു. അവൾ സ്വന്തം ഏറ്റവും നല്ല സുഹൃത്തായി മാറുന്നു. ഒരു സ്ത്രീ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആർക്കും അവളെ തകർക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. ബുദ്ധിമതിയായ സ്ത്രീ ആരെയും ആശ്രയിക്കുന്നില്ല, എന്നാൽ ബന്ധങ്ങളെ ബഹുമാനിക്കുന്നു. അവൾ ദുർബലയല്ല, എന്നാൽ എല്ലാ യുദ്ധങ്ങളും പോരാടുന്നില്ല. നിങ്ങൾക്ക് ഈ ചാണക്യനീതി ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിൽ ഏത് ശീലമാണ് നിങ്ങൾക്ക് ഏറ്റവും ശക്തമായി തോന്നിയതെന്ന് കമന്റിൽ അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് കൂടുതൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്നു. ബുദ്ധിമതിയായ സ്ത്രീയുടെ 10 ശീലങ്ങൾ. വീഡിയോ മുഴുവനായും കാണുക, കാരണം അവസാനം ഞാൻ പറയുന്ന ഒരു ശീലം ഏറ്റവും ശക്തമാണ്. അതറിഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറും. 1. മൗനത്തിൽ തന്റെ ശക്തി തിരിച്ചറിയുക. ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യശീലം. ഒരു ബുദ്ധിമതിയായ സ്ത്രീ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയില്ല. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദയായിരിക്കണമെന്ന് അവൾക്കറിയാം. മറ്റുള്ളവർ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവൾ ശാന്തമായി കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും തന്റെ ഊർജം ലാഭിക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാ യുദ്ധങ്ങളും പോരാടേണ്ടതില്ലെന്ന് അവൾക്കറിയാം. ഈ മൗനം അവളുടെ ബലഹീനതയല്ല, മറിച്ച് അവളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഒരു പഠനമനുസരിച്ച് ആദ്യം കേൾക്കുകയും പിന്നീട് സംസാരിക്കുകയും ചെയ്യുന്നവരുടെ തീരുമാനങ്ങൾ കൂടുതൽ ഫലപ്രദമായിരിക്കും. ശരിയായ സമയത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ വാക്കുകൾക്ക് ശക്തിയുണ്ടാകൂ എന്ന് അവൾ മനസ്സിലാക്കുന്നു. അനാവശ്യ തർക്കങ്ങൾ ഊർജം പാഴാക്കൽ മാത്രമാണ്. മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് അവൾ തന്റെ ഊർജം ചിലവഴിക്കുന്നത്. സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധി കേൾക്കുന്നതിലാണെന്ന് അവൾക്കറിയാം. കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും ബുദ്ധി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ശബ്ദം ആവശ്യമുള്ളതെന്നും എപ്പോഴാണ് നിങ്ങളുടെ മൗനം മതിയാകുന്നതെന്നും പഠിക്കുക. 2. തെറ്റുകളിൽ നിന്ന് പഠിക്കുക, പക്ഷേ അവയെ വീണ്ടും വീണ്ടും ഓർക്കാതിരിക്കുക. രണ്ടാമത്തെ രഹസ്യശീലം.
വിവേകമുള്ള ഒരു സ്ത്രീ പഴയ തെറ്റുകളുടെ ഭാരത്താൽ തളർന്നുപോകില്ല. അവൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു, എന്തു പിഴച്ചു എന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് മുന്നോട്ടു പോകുന്നു. സ്വയം ശപിച്ചുകൊണ്ട് അവൾ സമയം കളയില്ല, മറിച്ച് ആ അനുഭവത്തെ തന്റെ വിജയത്തിലേക്കുള്ള പടവാളാക്കുന്നു. ജീവിതത്തിൽ ഓരോ തെറ്റും ഒരു അധ്യാപകനാണ്, ശത്രുവല്ല എന്ന് അവൾക്കറിയാം. ഈ ചിന്താഗതി കാരണമാണ് ഓരോ വീഴ്ചയ്ക്ക് ശേഷവും അവൾ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുന്നത്. അവൾ തെറ്റുകളെ തന്റെ അടയാളമാക്കുന്നില്ല, മറിച്ച് വളർച്ചയ്ക്കുള്ള മാർഗമാക്കുന്നു. മറ്റുള്ളവർ തങ്ങളുടെ തെറ്റുകൾ ഓർത്ത് സ്വയം ശിക്ഷിച്ചുകൊണ്ട് വർഷങ്ങൾ കളയുമ്പോൾ ഒരു ബുദ്ധിമതിയായ സ്ത്രീ ആ തെറ്റുകളോട് ക്ഷമിക്കുകയും മുന്നോട്ടുള്ള യാത്ര തുടരുകയും ചെയ്യുന്നു. ഭൂതകാലത്തിൽ ജീവിച്ചുകൊണ്ട് ഭാവി മാറ്റാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതിനാൽ അവൾ വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളും പഴയ തെറ്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇന്നു മുതൽ ഈ ശീലം സ്വീകരിക്കുക. കമന്റിൽ ഞാൻ മുന്നോട്ടു പോകും, ഐ വിൽ മൂവ് ഫോർവേഡ് എന്നെഴുതുക. അത് നിങ്ങളുടെ തീരുമാനത്തെ ശക്തിപ്പെടുത്തും. വിശ്വസിക്കൂ, ഇത് എഴുതുന്ന നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു ഊർജ്ജം നിറയും. 3. അതിരുകൾ നിശ്ചയിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ബൗണ്ടറീസ്. മൂന്നാമത്തെ രഹസ്യശീലം. ഒരു ബുദ്ധിമതിയായ സ്ത്രീ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ല. എല്ലാവരെയും സഹായിക്കാൻ നിന്നാൽ തനിക്കായി ഒന്നും ബാക്കിയുണ്ടാകില്ലെന്ന് അവൾക്കറിയാം. അതിനാൽ വ്യക്തമായി ഇല്ല, നോ എന്ന് പറയാൻ അവൾക്കറിയാം. അവൾ തന്റെ മുൻഗണനകൾ നിശ്ചയിക്കുകയും തനിക്ക് ശരിയല്ലാത്ത കാര്യങ്ങളെ വിനയത്തോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ നിരസിക്കുകയും ചെയ്യുന്നു. ആളുകൾ അവളെ സ്വാർത്ഥ എന്ന് വിളിച്ചേക്കാം, എന്നാൽ ആത്മാഭിമാനം നിലനിർത്തുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് അത് സ്വയം സ്നേഹിക്കലാണെന്ന് സെൽഫ് ലവ് അവൾക്കറിയാം. സ്വയം സ്നേഹിക്കുന്ന സ്ത്രീക്ക് മാത്രമേ മറ്റുള്ളവരെയും ശരിയായ രീതിയിൽ സ്നേഹിക്കാൻ കഴിയൂ. അതിരുകൾ നിശ്ചയിക്കുന്നത് ബന്ധങ്ങൾ തകർക്കലല്ല, മറിച്ച് അവയെ ആരോഗ്യമുള്ളതാക്കലാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങളോട് എങ്ങനെയുള്ള പെരുമാറ്റമാണ് സ്വീകാര്യമെന്നും ഏതാണ് സ്വീകാര്യമല്ലാത്തതെന്നും നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണ്. നിങ്ങളുടെ അതിരുകളെ ബഹുമാനിക്കാത്തവർ നിങ്ങളെയും ബഹുമാനിക്കില്ല എന്നവൾക്കറിയാം. അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് അവൾ മടികൂടാതെ അകലം പാലിക്കുന്നു. ഏറ്റവും പ്രധാനമായി അവൾ തന്റെ അതിരുകളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നുന്നില്ല, കാരണം അത് തന്റെ അവകാശമാണെന്ന് അവൾക്കറിയാം. 4. മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയാതിരിക്കുക. നാലാമത്തെ രഹസ്യശീലം. വിവേകമുള്ള ഒരു സ്ത്രീ തന്റെ ചിന്തകളും പദ്ധതികളും വികാരങ്ങളും വളരെ തിരഞ്ഞെടുത്ത ആളുകളോട് മാത്രമേ പങ്കുവയ്ക്കൂ. എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലെന്ന് അവൾക്കറിയാം. ചിലർ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവരാണ്, ചിലർ നിങ്ങളുടെ ബലഹീനത മുതലെടുക്കുന്നവരാണ്. അതിനാൽ അവൾ തന്റെ സ്വകാര്യ ജീവിതം സ്വകാര്യമായി തന്നെ വയ്ക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവൾ തന്റെ ഓരോ നേട്ടങ്ങളും കാണിക്കാറില്ല, ഓരോ ബന്ധത്തിന്റെയും ചിത്രങ്ങൾ ഇടാറില്ല. യഥാർത്ഥ സന്തോഷമെന്നത് നിശബ്ദമായി ജീവിക്കുന്നതാണ്, കാണിക്കുന്നതല്ല എന്ന് അവൾക്കറിയാം. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതുവരെ അവൾ അത് രഹസ്യമായി സൂക്ഷിക്കുന്നു. കാരണം ആളുകളുടെ നിഷേധാത്മകമായ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുമെന്ന് അവൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ സ്വകാര്യതയ്ക്ക് വില നൽകുന്നു. തന്റെ നന്മ ആഗ്രഹിക്കുന്നവരെ മാത്രമേ അടുപ്പിക്കൂ. സമാധാനം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ വളരെ ആലോചിച്ച് മാത്രം പങ്കുവയ്ക്കുക. ഓർക്കുക, നിങ്ങൾ ഒരാളോട് പറഞ്ഞ കാര്യം പിന്നീട് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. 5. ദിവസവും പുതിയത് എന്തെങ്കിലും പഠിക്കാനുള്ള ആകാംക്ഷ. 5ാമത്തെ രഹസ്യശീലം. തനിക്ക് എല്ലാം അറിയാമെന്ന് ഒരു ബുദ്ധിമതിയായ സ്ത്രീ ഒരിക്കലും ചിന്തിക്കില്ല. അവൾ എപ്പോഴും പഠിക്കാൻ തയ്യാറാണ്. അത് പുസ്തകങ്ങളിൽ നിന്നായാലും അനുഭവങ്ങളിൽ നിന്നായാലും മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നായാലും. അവൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പുതിയ ഭാഷകൾ പഠിക്കുന്നു, പുതിയ കഴിവുകൾ വളർത്തുന്നു. പഠനം നിർത്തുന്ന ദിവസം മുതൽ നിങ്ങൾ പിന്നോട്ടു പോകാൻ തുടങ്ങുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ തന്റെ മനസ്സിനെ എപ്പോഴും പുതുമയുള്ളതാക്കുന്നു, എപ്പോഴും ജിജ്ഞാസയുള്ളവളായിരിക്കുന്നു. ലോകം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വയം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ താൻ പിന്നിലായി പോകുമെന്നും അവൾ മനസ്സിലാക്കുന്നു. അവൾ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നു, ശില്പശാലകളിൽ പങ്കെടുക്കുന്നു, വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി സംസാരിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ പഠിക്കുന്നു. അറിവാണ് യഥാർത്ഥ സമ്പത്ത് എന്നും അതാർക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും അവൾക്കറിയാം. പ്രായത്തെ അവൾ പഠനത്തിനൊരു തടസ്സമാക്കുന്നില്ല, മറിച്ച് ഏത് പ്രായത്തിലും പുതിയത് പഠിക്കാനുള്ള ആഗ്രഹം അവൾക്കുണ്ട്. നിങ്ങൾ ഇന്ന് പുതിയതായി എന്തെങ്കിലും പഠിച്ചുവെങ്കിൽ കമന്റിൽ ഇന്ന് ഞാൻ പഠിച്ചു, ടുഡേ ഐ ലേൺഡ് എന്നെഴുതുക. അങ്ങനെ ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. 6. ആരോഗ്യത്തിന് മുൻഗണന നൽകുക. 6ാമത്തെ രഹസ്യശീലം. താൻ ആരോഗ്യമുള്ളവളല്ലെങ്കിൽ ഒന്നും നേടാനാകില്ലെന്ന് വിവേകമുള്ള സ്ത്രീക്കറിയാം. അതിനാൽ അവൾ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, കൃത്യമായി വ്യായാമം ചെയ്യുന്നു, ആവശ്യത്തിന് ഉറങ്ങുന്നു. ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യവും അവൾ ശ്രദ്ധിക്കുന്നു. ക്ഷീണിച്ചും രോഗിയായും ഇരുന്നാൽ ആരെയും സഹായിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. അതിനാൽ സ്വയം പരിചരിക്കുന്നതിനെ അവൾ ആത്മാഭിമാനവുമായി ബന്ധിപ്പിക്കുന്നു, കുറ്റബോധവുമായല്ല. തന്റെ ശരീരം തന്റെ ക്ഷേത്രമാണെന്നും അത് ആരോഗ്യമുള്ളതായി സൂക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അവൾ മനസ്സിലാക്കുന്നു. ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നു, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു, തന്റെ ശരീരത്തെ കേൾക്കുന്നു. വിശ്രമം ആവശ്യമുള്ളപ്പോൾ അവൾ വിശ്രമിക്കുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ആരോഗ്യം അവൾ പണയം വയ്ക്കില്ല. അവൾ യോഗ ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, മനസ്സിനെ ശാന്തമായി വയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നു. സമ്മർദ്ദം, സ്ട്രെസ്
തന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് അവൾക്കറിയാം. അതിനാൽ സന്തോഷം നൽകുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതുമായ കാര്യങ്ങൾ അവൾ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം സന്തുലിതമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ആരോഗ്യത്തിന് 1-ാം സ്ഥാനം നൽകുക. കാരണം ഓർക്കുക, നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ ബാക്കിയെല്ലാം അർത്ഥശൂന്യമാണ്. 7. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. 7ാമത്തെ രഹസ്യശീലം. ഒരു ബുദ്ധിമതിയായ സ്ത്രീ സ്വന്തം യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആര് എവിടെയെത്തി എന്നതിലല്ല അവളുടെ ശ്രദ്ധ. ഓരോ വ്യക്തിക്കും അവരുടേതായ വേഗതയും അവരുടേതായ ലക്ഷ്യസ്ഥാനവുമുണ്ടെന്ന് അവൾക്കറിയാം. മറ്റുള്ളവരുടെ വിജയം കണ്ട് അവൾ നിരാശയാകില്ല, മറിച്ച് പ്രചോദനം ഉൾക്കൊള്ളുന്നു. അവൾ മത്സരിക്കുന്നത് അവളോട് തന്നെയാണ്, മറ്റുള്ളവരോടല്ല. ഈ ചിന്ത അവളെ സമ്മർദ്ദമില്ലാതെ സന്തോഷവതിയായി ഇരിക്കാൻ സഹായിക്കുന്നു. എല്ലാം തികഞ്ഞതാണെന്ന് തോന്നിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് അവൾക്കറിയാം. അതിനാൽ അവൾ തന്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കാണിക്കുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകളല്ല എന്നവൾ മനസ്സിലാക്കുന്നു. അതിനാൽ അവരുമായി തന്നെ താരതമ്യം ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. 1 വർഷം മുൻപ് താൻ എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ എവിടെയാണെന്നും നോക്കി ചെറിയ പുരോഗതിയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ സ്വയം അഭിമാനിക്കുന്നു. എല്ലാവരുടെയും സാഹചര്യങ്ങളും വിഭവങ്ങളും വെല്ലുവിളികളും വ്യത്യസ്തമാണെന്ന് അവൾക്കറിയാം. അതിനാൽ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. അവൾ തന്റെ ഗുണങ്ങളെ തിരിച്ചറിയുകയും അവ മിനുക്കിയെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മാനസിക സമാധാനം വേണമെങ്കിൽ ഇന്നു മുതൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തി സ്വന്തം യാത്രയിൽ ശ്രദ്ധിക്കുക. 8. നന്ദി പ്രകടിപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്. 8ാമത്തെ രഹസ്യശീലം. വിവേകമുള്ള ഒരു സ്ത്രീ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറ്റൊരു ദിവസം കൂടി ലഭിച്ചതിന് അവൾ നന്ദി പറയുന്നു. തന്റെ ജീവിതത്തിലുള്ള ആളുകളോട് അവൾ നന്ദിയുള്ളവളാണ്. എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം പോസിറ്റീവ് എനർജി ജീവിതത്തിലേക്ക് വരുമെന്ന് അവൾക്കറിയാം. ഈ ശീലം അവളെ നിഷേധാത്മകതയിൽ നിന്ന് അകറ്റി നിർത്തുകയും മനസ്സിൽ സംതൃപ്തി നിറയ്ക്കുകയും ചെയ്യുന്നു. അവൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സൂക്ഷിക്കുന്നു. അതിൽ ദിവസവും താൻ നന്ദിയുള്ളവളായിരിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുന്നു. ചിലപ്പോൾ ഇവ വളരെ ചെറിയ കാര്യങ്ങളാകാം. ഒരു നല്ല ചായ, ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു നല്ല സൂര്യാസ്തമയം. എന്നാൽ ഈ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നു. തന്നെ സഹായിക്കുന്നവരോട്, അത് എത്ര ചെറിയ സഹായമായാലും, നന്ദി പറയാൻ അവൾ മറക്കില്ല. നന്ദി പ്രകടിപ്പിക്കുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുമെന്നും അവൾക്കറിയാം. തന്റെ ബുദ്ധിമുട്ടുകളെയും അവൾ ഒരു കാഴ്ചപ്പാടോടെ കാണുന്നു. അതിൽ നിന്ന് എന്ത് പാഠം ലഭിച്ചു എന്ന് ചിന്തിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. കമന്റിൽ ഞാൻ നന്ദിയുള്ളവളാണ്, ഐ എം ഗ്രേറ്റ്ഫുൾ എന്ന് എഴുതുക. 9. സമയത്തിന്റെ വില മനസ്സിലാക്കുക. 9ാമത്തെ രഹസ്യശീലം. ഒരു ബുദ്ധിമതിയായ സ്ത്രീ തന്റെ സമയം അനാവശ്യമായ ഗോസിപ്പുകളിലോ വെറുതെയുള്ള തർക്കങ്ങളിലോ നെഗറ്റീവായ ആളുകൾക്കൊപ്പമോ കളയില്ല. സമയം ഒരിക്കൽ പോയാൽ തിരിച്ചുവരില്ലെന്ന് അവൾക്കറിയാം. അതിനാൽ ഓരോ നിമിഷവും അവൾ ഉപയോഗപ്പെടുത്തുന്നു. തന്നെ വളർത്തുന്ന, സന്തോഷിപ്പിക്കുന്ന, ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ അവൾ സമയം ചിലവഴിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ അവൾ സ്വന്തം സമയത്തിന് വില നൽകുന്നു. അവൾ സമയക്രമീകരണത്തിൽ ടൈം മാനേജ്മെന്റ് വിദഗ്ധയാണ്. ഓരോ ജോലിക്കും ആവശ്യമായ സമയം ലഭിക്കുന്ന രീതിയിൽ അവൾ ദിവസം പ്ലാൻ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ആദ്യം ചെയ്യുന്നു. ജോലികൾ നീട്ടിവെക്കുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുന്നു, കാരണം അത് സമ്മർദ്ദം കൂട്ടുകയേയുള്ളൂ എന്ന് അവൾക്കറിയാം. ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകൾ കളയാതെ ആ സമയം ഉൽപാദനക്ഷമമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയ സമയം തിന്നുന്ന ഒരു തമോഗർത്തമാണെന്ന് അവൾക്കറിയാം. അതിനാൽ അവൾ അത് പരിമിതമായി ഉപയോഗിക്കുന്നു. പരാതി പറയുകയും നിഷേധാത്മകത പരത്തുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് അവൾ അകലം പാലിക്കുന്നു, കാരണം അവരോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവളുടെ ഊർജ്ജം ചോർത്തിക്കളയും. അവൾ തന്റെ സമയത്തെ ഒരു നിക്ഷേപമായി കാണുന്നു. ഈ സമയം കൊണ്ട് എന്ത് ലാഭം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നു. 10. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. 10ാമത്തെ രഹസ്യശീലം. സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് ഒരു ബുദ്ധിമതിയായ സ്ത്രീക്കറിയാം. അവൾ തന്റെ പണം വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നു, സമ്പാദിക്കുന്നു, നിക്ഷേപിക്കുന്നു, ഇൻവെസ്റ്റ്. സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവൾ സ്വന്തമായി വരുമാനമുണ്ടാക്കുകയും ഭാവിക്കായി പദ്ധതിയിടുകയും ചെയ്യുന്നു. ആലോചിക്കാതെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നില്ല, മറിച്ച് ചിന്തിച്ചു മാത്രം ചിലവാക്കുന്നു. ഓരോ ചിലവും ഒരു തിരഞ്ഞെടുപ്പാണെന്നും ഓരോ തിരഞ്ഞെടുപ്പിനും ഒരു ഫലമുണ്ടെന്നും അവൾക്കറിയാം. അവൾ ബജറ്റ് പാലിക്കുന്നു, മാസാവസാനം പണം എവിടെ പോയി എന്ന് പരിശോധിക്കുന്നു. അവൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നു. ബുദ്ധിമുട്ടുള്ള സമയത്ത് ആർക്കും മുന്നിലും കൈ നീട്ടേണ്ടി വരരുത് എന്ന് അവൾ ആഗ്രഹിക്കുന്നു. നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുകയും പണം ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക സാക്ഷരത, ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെ പ്രധാനമാണെന്ന് അവൾക്കറിയാം. അതിനാൽ അവൾ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുന്നു. വരുമാനത്തിന്റെ പല സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ അവൾ ശ്രമിക്കുന്നു. ഒന്ന് നിന്നാലും മറ്റൊന്നിനെ ആശ്രയിക്കാമല്ലോ. പണത്തിന് സന്തോഷം വാങ്ങാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അത് തിരഞ്ഞെടുപ്പുകൾ, ചോയ്സസ് നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇവയാണ് ഒരു ബുദ്ധിമതിയായ സ്ത്രീ ദിവസവും തന്റെ ജീവിതത്തിൽ പകർത്തുന്ന ആ രഹസ്യശീലങ്ങൾ.
ഇത്രയും ശീലങ്ങൾ ഒരുമിച്ച് എങ്ങനെ നടപ്പിലാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നെനിക്കറിയാം. എന്നാൽ കേൾക്കൂ, നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറ്റേണ്ടതില്ല. ചെറിയ രീതിയിൽ തുടങ്ങുക. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഒരു ശീലം മാത്രം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പിന്നീട് സാവധാനം മറ്റ് ശീലങ്ങൾ കൂടി ചേർത്താൽ മതി. ഓർക്കുക, ബുദ്ധി എന്നത് ഒറ്റ രാത്രി കൊണ്ടുണ്ടാവുന്നതല്ല. അത് ദിവസേനയുള്ള ചെറിയ ശീലങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇതൊരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബുദ്ധിമതിയായ സ്ത്രീയാകുക എന്നത് ഒരു ദിവസം നിങ്ങൾ എത്തിച്ചേരുന്നതും ഇനി ഞാൻ പൂർണ്ണയാണ്, പെർഫെക്റ്റ് എന്ന് പറയുന്നതുമായ ഒരു ലക്ഷ്യസ്ഥാനമല്ല. അല്ല, ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ശീലങ്ങളെല്ലാം പാലിക്കാൻ കഴിഞ്ഞേക്കാം. ചില ദിവസങ്ങളിൽ പരാജയപ്പെട്ടേക്കാം. അത് തികച്ചും സ്വാഭാവികമാണ്. തോൽവി സമ്മതിക്കാതെ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് പ്രധാനം. ഇനി എനിക്ക് നിങ്ങളിൽ നിന്നൊരു വാക്ക് വേണം. കമന്റ് സെക്ഷനിൽ പോയി ഞാൻ ഇന്നു മുതൽ മാറ്റം തുടങ്ങും, ഐ വിൽ സ്റ്റാർട്ട് ദ ചേഞ്ച് ഫ്രം ടുഡേ എന്നെഴുതുക. ഒപ്പം ഏത് ശീലമാണ് നിങ്ങൾ ആദ്യം തുടങ്ങാൻ പോകുന്നതെന്നും പറയുക. ഇതൊരു കമന്റ് മാത്രമല്ല, ഇത് നിങ്ങളോട് തന്നെയുള്ള ഒരു വാഗ്ദാനമാണ്. നിങ്ങളിത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിനെ ഒരു പ്രതിജ്ഞയായി, കമ്മിറ്റ്മെന്റ് കാണുകയും അത് പൂർത്തിയാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും.